പ്ലാനിലോട്ട് ഇനി തികച്ച് 10 വിട്ട് യാത്രയില്ല. വെളുപ്പാകത്ത് ലോഡിറക്കാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് വണ്ടി ഒതുക്കി ജിജേഷണ്ണൻ ഒന്ന് മയങ്ങി. നേരെ ഒന്ന് വെളുത്തപ്പോൾ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി. വണ്ടിക്ക് മുന്നിൽ രാവിലെ തന്നെ മീൻ കച്ചവടം നടക്കുകയാണ്. സിലോപ്പിയ മീനാണ് കച്ചവടം നടക്കുന്നതെന്നാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. അപ്പോഴാണ് വണ്ടിയിൽ നിന്നൊരു ശബ്ദം ശ്രദ്ധിച്ചത്. വെളുപ്പാൻ രാവിലെ തന്നെ പണി കിട്ടിയതാണ്. റോഡിൽ നിന്ന് കയറിയതാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഏതോ വണ്ടിയിൽ നിന്ന് വീണിട്ട് ഈ ടയറിലോട്ട് കയറിയ ഓൾട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒട്ടും സമയം കളയാൻ തോന്നിയില്ല. രാത്രി മുഴുവൻ ഉറക്കൊണ്ടിട്ട് വണ്ടി ഒട്ടിച്ച് തളർന്നു വന്ന് കിടന്ന ജിജേഷണ്ണനെ വിളിക്കേണ്ടി വന്നു. ടയറിൽ കയറിയ ബോൾട്ടും വലിച്ചൂരിക്കൊണ്ടാണ് യാത്ര തുടങ്ങിയത്. അടുത്ത 10 മിനിറ്റിനകത്ത് തന്നെ നമ്മൾ സൈറ്റിലെത്തി. എത്ര വേഗം ലോഡ് ഇറക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. വണ്ടി കാലിയായാൽ പിന്നെ ടയറിന് വലിയ പ്രഷർ വരത്തില്ല. ലോഡ് പെട്ടെന്ന് ഇറക്കാൻ അവിടുത്തെ ബംഗാളികളായ തൊഴിലാളികൾ നമ്മളെ സഹായിച്ചു. വലിയ വലിയ ഹോസുകളാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോസിലൂടെ എയർ ഇന്നാകാനും മറ്റേ ഹോസിലൂടെ സിമെന്റ് ഔട്ടാവാനും വേണ്ടിയിട്ടുള്ള ലൈനുകളാണ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തവണ സിമെന്റ് പമ്പിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറോളം സമയം എടുക്കും നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്ന ടാങ്കിനകത്തുനിന്ന് സിമെന്റ് എല്ലാം അവരുടെ സിമെന്റ് ടാങ്കിനകത്തോട്ട് കയറാൻ. ആ സമയം നമ്മൾ പല്ലൊക്കെ തേച്ച്